101% ഉറപ്പാണ് ജയിക്കും. കഴിഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിലുള്ള സ്ഥാനാർത്ഥികൾ വേറെയാണ്. KC വേണുഗോപാലും ശോഭാ സുരേന്ദ്രനുമാണ്. അവർ വന്നിട്ട് പോലും വലിയ ഒരു താരപരിവേഷം ഉണ്ടായിട്ട് പോലും 5% പോളിംഗ് കുറവ് വന്നിട്ടുണ്ട്. സാധാരണ കഴിഞ്ഞ വർഷം കുറയാൻ വേണ്ടത് എന്തുകൊണ്ട് ഈ ഇത്രയും വലിയ ആളുകൾ വന്നിട്ട് പോലും ഇത്ര വലിയ കോൺഗ്രസ് നടന്നിട്ട് പോലും നടന്നിട്ട് പോലും പോളിംഗ് കുറഞ്ഞു എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ്? അതിൽ പോളിംഗ് കുറയാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഈ അപാരമായ ചൂട്, ഇലക്ഷൻ പിന്നെ ഈ വോട്ടിംഗ് മെഷീൻ പലയിടങ്ങളിലും തുടക്കത്തിൽ അതിൻ്റെ പിന്നെ കുഴപ്പത്തിലായി. അതിപ്പോൾ പോയി രണ്ടാമത് കൊണ്ടുവന്നതിന് മെയിൻ്റനൻസ് ഒക്കെ നടത്തി വന്നപ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ചില സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. കാത്തിരിക്കുന്നതിനാണെങ്കിൽ ആളുകൾക്ക് നമ്മളിപ്പോൾ 1,34,000 കോടിയാണ് ഈ ഇലക്ഷൻ മെഷീനറി സെറ്റപ്പ് ഇന്ത്യ ഗവൺമെൻറ് ചെലവഴിച്ചതെന്നാണ് കണ്ടത്. അപ്പോൾ അത് എത്രത്തോളം ആക്യുറേറ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും 1,00,000 കോടിയോളം രൂപ മുടക്കിയിട്ടുണ്ട്. അവരിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ബൂത്തുകളിലൊക്കെ അവർ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള ഈ കസേര, ഫാൻ, വെള്ളം, ഇതൊക്കെയാണ് പൈസ മുടക്കേണ്ടത്. ചുമ്മാ എല്ലാവരും വോട്ട് ചെയ്യുമെന്നും പറഞ്ഞ് ഇങ്ങനെ പ്രധാനമന്ത്രിയും മറ്റുള്ളവരുമൊക്കെ പിന്നെ ഇങ്ങനെ പരസ്യം കാണിച്ചുകൊണ്ട് കാര്യമില്ല. അത് പരസ്യത്തിന് പൈസ കൊടുക്കണം. ആ പൈസ എടുത്ത് നമ്മുടെ ബൂത്തുകളിലെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതിനുള്ള സംവിധാനം അടുത്ത ഇലക്ഷനെങ്കിലും നമ്മുടെ ഇലക്ഷൻ ഉത്തരവാദിത്തപ്പെട്ടവർ അത് ചെയ്തേ പറ്റൂ. കാര്യം ആളുകളെ നമ്മൾ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇത്രയധികം പീഡിപ്പിക്കാൻ പാടില്ല ജനങ്ങളെ. അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എത്ര രാത്രി വൈകിയാണ് ഞാൻ പല ബൂത്തുകളിൽ ചെല്ലുമ്പോഴും വോട്ടിംഗ് നടന്നത് പൂർണ്ണമായിട്ടില്ല. അപ്പോൾ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമ്മുടെ സംവിധാനത്തിന് കുറേ കൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതൊക്കെ ആയിരിക്കാം പലകളിൽ. ചിലർ വന്ന ബൂത്തിൽ വന്നു നിന്നിട്ട് ഒരുപാട് പേര് തിരിച്ചുപോയി, തലകറക്കമൊക്കെ ഉണ്ടായില്ല. ഇപ്പോൾ നമ്മുടെ ചരിത്രത്തിലുണ്ടായി ഇത്രയും പേര് 5-6 പേര് മരിച്ചില്ലേ, കുഴഞ്ഞു പോയി. അല്ല, അതൊന്നും നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം അതിൻ്റെ കണക്കുകൾ പരിശോധിച്ചിട്ടില്ല. എന്തായാലും തീരദേശ മേഖലകളിലും പിന്നെ നമ്മൾ നന്നായി LDF നന്നായി വർക്ക് ചെയ്തിരുന്നു. സഖാവ് സജി ചെറിയാൻ്റെ നേതൃത്വത്തിലുള്ള പിന്നെ നല്ല കുടുംബയോഗങ്ങളൊക്കെ ഭംഗിയായി നടന്നിരുന്നു. അപ്പോൾ ആ തരത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം വിശദമായി പറഞ്ഞിരുന്നുകൊണ്ട് അതൊക്കെ അനുകൂലമായി വരാനാണ് സാധ്യത. ഈ വോട്ടിംഗ് പാറ്റേണിൻ്റെ കാര്യത്തിൽ BJP ക്ലെയിം ചെയ്യുന്നൊരു കാര്യം, അതായത് പരമ്പരാഗതമായി കോൺഗ്രസിൻ്റെ ഒരു വോട്ട് ബാങ്കാണ് ഈ തീരദേശ മേഖലയിലെ ധീവര സമുദായം. അവർ ഇത്തവണ ഈ BJPയിലേക്ക് കൊണ്ട് നടത്തുന്നു. അവിടെ കൂടുതലൊരു മെജോറിറ്റി ഭാഗം BJPയിലേക്ക് മാറുമെന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. ആ രീതിയിലുള്ള അടിയൊഴുക്ക് എന്താണ് ആരിഫിനെ പറ്റി പറയാനുള്ളത്? ആ രീതിയിലൊരു അല്ല, ധീവരമേഖലയിലെ വോട്ട് ഏറ്റവും അധികം മുൻകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ധീവര വോട്ടിൽ കഴിഞ്ഞ തവണ കണ്ട ഒരു പ്രവണത കുറച്ച് കൂടുതൽ BJPക്ക് കഴിഞ്ഞ തവണ ഉണ്ടായി. ആ സാഹചര്യം ഇപ്പോൾ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും പിന്നെ ചില സംവിധാനങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ഒരു പിന്നെ ഏത് സംവിധാനം എന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല. നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് ചില മിഷണറികൾ ധീവര സമുദായത്തിൻ്റെ വോട്ട് BJPക്ക് അനുകൂലമായി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില മിഷണറികൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ മിഷണറികൾ എത്രത്തോളം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അത് നോക്കിയാലേ പറയാൻ പറ്റും. റിസൾട്ട് വരാതെ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് BJP പ്രചാരണം ഈ തീരപ്രദേശങ്ങളിലെ കൂടുതലായിട്ട് ഓഫർ ചെയ്ത് ഇവരുടെ SC/ST ബാധ്യപ്പെടുത്താൻ അവർ ശ്രമിക്കും എന്നെല്ലാം ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു. ആ പ്രചാരണമെല്ലാം തന്നെ അതൊരു ഘടകം മാറിയിട്ടുണ്ട്. ഇത്രയൊരു അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യ മുഴുവൻ നടന്ന് BJP എല്ലാ സംഘടനകളെയും SC/ST ആക്കാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്തരം പ്രചാരണങ്ങൾ ഇവിടെയും പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അപ്പോഴത്തും അത് ചെയ്യും ഇത് ചെയ്യും. ഇപ്പം ഞാൻ എത്രയോ കാലമായിട്ടാണ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഇതുണ്ടാക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് BJP അത് ഉണ്ടാക്കിയത് തന്നെ പാർലമെൻറ്റിൽ ഞങ്ങൾ നിരന്തരം വിമർശിക്കുമായിരുന്നു. നിങ്ങൾ ഓഫർ ചെയ്ത സാധനമാണ്, ഇതുവരെ ഒരു മിനിസ്ട്രി ഉണ്ടാക്കിയിട്ടില്ല. ആ മിനിസ്ട്രി ഞങ്ങൾ വിമർശിച്ച് അവസാനം മിനിസ്ട്രി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്താ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്ലിടാൻ 10 പൈസയില്ല. പിന്നെ ഉപദേശം തരും, കല്ലിൻ്റെ ടെക്നോളജി പറഞ്ഞുതരാവുന്നു. 2010 ശേഷം ഒരു കല്ലിടാൻ ഇന്ത്യ ഗവൺമെൻറ് കേരളത്തിലെന്നല്ല 9 തീരദേശ സംസ്ഥാനങ്ങളിൽ 1 രൂപ തീരസംരക്ഷണത്തിനായി അനുവദിക്കുന്നില്ല. ഗവൺമെൻറ് വിഡ്രോ ചെയ്തു. അത് സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ തീരദേശത്തെ സംരക്ഷിക്കേണ്ടത് ആക്ച്വലി നമ്മുടെ ഈ കോസ്റ്റൽ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം എന്താ, വിദേശികൾ എപ്പോഴും കടൽ മാർഗ്ഗം ആക്രമിക്കാൻ വരുന്നൊരു രാജ്യമാണ് നമ്മുടെ. പല അനുഭവങ്ങൾ നമുക്കുണ്ട്. അതുപോലെ ഡ്രഗ്സ് ഏറ്റവും കൂടുതൽ വരുന്നത് ആ വഴിക്കാണ്. അപ്പോൾ ഇതുകൊണ്ട് തീരസംരക്ഷണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷേ 2010 ശേഷം
കല്ലിടാൻ വേണ്ടി കല്ലിടാനോ അല്ലെങ്കിൽ ടെട്രാപോഡ് ഇടാനോ പുലുവെട്ടിടാനോ ഇന്ത്യ ഗവൺമെൻറ് പൈസ ഒന്നും കൊടുക്കുന്നില്ല. നബാർഡ് മുഖേന നമ്മൾ വായ്പ എടുത്ത് ചെയ്താൽ തിരിച്ചടയ്ക്കുന്ന പൈസയാണ്. അതിന് പോലും ഈ തീരസംരക്ഷണത്തിന് വേണ്ടി പൈസ അനുവദിക്കുന്നില്ല. അത്ര വലിയ ഒരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. അപ്പോൾ ഇങ്ങനെ ഓഫറുകൾ കൊടുക്കുക, തീരസംരക്ഷണം മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണത്തിന് വേണ്ടി പുതിയ മന്ത്രാലയം ഉണ്ടാക്കും, അത് ഈ ഇതെന്ന് പറഞ്ഞിട്ട് ഫലത്തിൽ നമുക്കത് ഉണ്ടാകുന്നില്ല. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ആ ഓഫറുകളിൽ എത്ര പേർ മയങ്ങി വീണിട്ടുണ്ടെന്നൊക്കെ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല നമുക്ക്. ഗുരുതരമായ ആക്ഷേപമാണ്. അതായത് പ്രത്യേകിച്ച് ആലപ്പുഴയിലെ ചില പോക്കറ്റുകളിൽ തീവ്ര സമുദായത്തിനോട് നിർണായകമായ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് അരൂർ മുതൽ ഈ ചേർത്തല ഒഴിച്ചുള്ള ചില മേഖലകളിലെല്ലാം. അപ്പോൾ ഈ മെഷീനറി എന്ന് പറയുന്നത്, ഒരു മെഷീനറി പ്രവർത്തിച്ചു എന്ന് പറയുന്നത് അത് പൊളിറ്റിക്കൽ മെഷീനറിയാണോ അതോ മറ്റേതെങ്കിലും ബാഹ്യശക്തിയാണോ? ഒരു ബാഹ്യശക്തിയാണ് ഞാനിപ്പോൾ പറയുന്നത്. അത് അപ്പോൾ അതൊക്കെ നമ്മുടെ ചില വിവരങ്ങളുണ്ട്. അത് എത്രത്തോളം വർക്കൗട്ട് ചെയ്യണമെന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇല്ല പോവില്ല. അത് എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ പ്രവർത്തിച്ചു. അത് തുടക്കം മുതൽ അത് പ്രകടമായിരുന്നു.